SYS കേരള യുവജന സമ്മേളനം ആമ്പല്ലൂരിൽ ഡിസംബർ 26-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SYS കേരള യുവജന സമ്മേളനം ഡിസംബർ 26 മുതൽ 29 വരെ ആമ്പല്ലൂർ നൂറുൽ ഉലമ നഗരിയിൽ നടക്കും. 10,000 സ്ഥിരം പ്രതിനിധികളും പ്രതിദിനം 25,000 അതിഥി പ്രതിനിധികളും പങ്കെടുക്കും. 6 വേദികളിലായി നടക്കുന്ന സമ്മേളനം രാജ്യത്തെ സാമൂഹിക രാഷ്ട്രീയ വികസനത്തിനായുള്ള ക്രിയാത്മക ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും പഠനങ്ങളും സംഘടിപ്പിക്കും. രാജ്യത്തെ മുസ്ലിം ജീവിതവും യുവാക്കളുടെ പുരോഗതിയും പ്രത്യേകമായി ചർച്ച ചെയ്യും. ഫ്യൂച്ചർ കേരള സമ്മിറ്റ്, നെക്സ്റ്റ് ജെൻ കോൺക്ലേവ്, ഹിസ്റ്ററി ഇൻസൈറ്റ്, യങ് ഇന്ത്യ നാഷണൽ സെമിനോസിയം, സാംസ്കാരിക സംവാദങ്ങൾ എന്നീ ഉപസമ്മേളനങ്ങളും യുവത്വത്തിന്റെ വിദ്യാഭ്യാസ, തൊഴിൽ ഭാവിയും അവസരങ്ങളും പ്രമേയമാക്കി സംഘടിപ്പിക്കുന്ന എൻജൻ എക്സ്പോയും സമ്മേളനത്തിലെ സുപ്രധാന ഉള്ളടക്കമാകും. വിവിധ സെഷനുകളിലായി ദേശീയ, അന്തർദേശീയ വ്യക്തിത്വങ്ങൾ, വിദഗ്ധർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, പണ്ഡിതന്മാർ എന്നിവർ സംബന്ധിക്കും. ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ നടന്നുവരുന്ന സംഘടനയുടെ പ്ലാറ്റിനം ഇയർ പരിപാടികളുടെ സമാപനമായാണ് കേരള യുവജന സമ്മേളനം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, പത്മശ്രീ ഡോക്ടർ MA യൂസഫലി, മന്ത്രിമാരായ K രാജൻ, MB രാജേഷ്, V അബ്ദുറഹ്മാൻ, MP മാർ, MLA മാർ, മതപണ്ഡിതന്മാർ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഒരു മാസം മുമ്പ് നടത്തിയിരുന്ന മാനവ സഞ്ചാരം വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയായിരുന്നു. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഈ കേരള യുവജന സമ്മേളനത്തോടു കൂടി സമാപിക്കുകയാണ്. എല്ലാവരെയും സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയും സമ്പൂർണമായ സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. CCTV ന്യൂസ്, കേച്ചേരി.